ഏവർക്കും AZB അക്കാദമിയിലേക്ക് സ്വാഗതം. ഞാൻ ഷബീബ് മുഹമ്മദ്. നമ്മൾ ഒരു ഉദ്യമത്തിന് തയ്യാറെടുക്കുകയാണ്. അതായത് കേരള ദേശീയ പ്രസ്ഥാനങ്ങൾ വളരെ ചുരുങ്ങിയ ക്ലാസ്സുകൾ കൊണ്ട് പഠിച്ചെടുക്കാൻ പോവുകയാണ്. ഈ ഭാഗത്തു നിന്നും PSC ചോദിച്ചുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ നിങ്ങൾ പഠിക്കാൻ പോവുകയാണ്. നമ്മൾ ഒരുമിച്ച് പഠിക്കാൻ പോവുകയാണ്. കേരള ദേശീയ പ്രസ്ഥാനങ്ങളാണ്. ഒരുപാട് ദേശീയ പ്രസ്ഥാനങ്ങൾ കേരളത്തിലുണ്ടായിരുന്നു. അവയുടെയൊക്കെ ഉദ്ദേശം എന്തായിരുന്നു, അവരുടെ വർഷം, അതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സുകളിലൂടെ പഠിക്കാൻ പോകുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം അല്ലേ. അപ്പോൾ കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങൾ. ഈ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം അഞ്ചുതെങ്ങ് കലാപം അല്ലെ, അഞ്ചുതെങ്ങ് കലാപം, അതേപോലെ തന്നെ ആറ്റിങ്ങൽ കലാപം, പഴശ്ശി പ്രക്ഷോഭങ്ങൾ, പഴശ്ശി വിപ്ലവങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അഞ്ചുതെങ്ങ് കലാപം, ആറ്റിങ്ങൽ കലാപം, പഴശ്ശി കലാപം, ഈ മൂന്ന് വലിയ പ്രധാനപ്പെട്ട സംഭവങ്ങളെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മുടെ AZB അക്കാദമിയുടെ ഫൗണ്ടേഷൻ കോഴ്സ് ഇപ്പോൾ ആപ്പിൽ അവൈലബിൾ ആണ്. താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന മൊബൈൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട്, വളരെ തുച്ഛമായ ഫീസ് മാത്രമേ ഈടാക്കുന്നുള്ളൂ. അപ്പോൾ ഫൗണ്ടേഷൻ കോഴ്സാണ്. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾക്ക് A to Z സിലബസ് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു അവസരമാണ്. താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, കോഴ്സിൽ ജോയിൻ ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ചാണ്. അഞ്ചുതെങ്ങ് കലാപം PSC ഒരുപാട് തവണ ചോദിച്ച ചോദ്യമാണ്. അഞ്ചുതെങ്ങ് കലാപം നടന്ന വർഷം ഏതാ വർഷമാണ് നടന്നത്? 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നിട്ടുള്ളത്. വർഷം കൃത്യമാണല്ലോ, 1697 അഞ്ചുതെങ്ങ് കലാപം നടന്നു. ഈ ഒരു കലാപം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കേരളത്തിലെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് അറിയപ്പെടുന്നത്. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ അരങ്ങേറിയ ആദ്യത്തെ കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. പിന്നീട് നമുക്ക് ആറ്റിങ്ങൽ കലാപം പഠിക്കാനുണ്ട്. ആറ്റിങ്ങൽ കലാപത്തിൻ്റെ പ്രത്യേകത എന്താണ്? ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപത്തെയാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. അത് നമുക്ക് അടുത്തതായിട്ട് പഠിക്കാം. ഇവിടെ നമ്മൾ എന്താണ് പഠിക്കാൻ ശ്രമിക്കുന്നത്? അഞ്ചുതെങ്ങ് കലാപമാണ് അല്ലേ. അഞ്ചുതെങ്ങ് കലാപം എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കലാപം. അപ്പം ആരൊക്കെ തമ്മിലായിരുന്നു? ആറ്റിങ്ങൽ നിവാസികളും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. കൃത്യമാണല്ലോ. അഞ്ചുതെങ്ങ് കലാപം ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിൽ നടന്ന കലാപമാണ്. അഞ്ചുതെങ്ങ് കലാപം കൃത്യമാണല്ലോ. ഇതെവിടെയാണ്? തിരുവനന്തപുരത്താണ്. ആറ്റിങ്ങൽ റാണി അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് സൗജന്യങ്ങൾ അനുവദിച്ചു കൊടുത്തത് നാട്ടുകാരെന്ത് ചെയ്തു? റാണിക്കെതിരെ അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം നാട്ടുകാരിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് ആറ്റിങ്ങൽ റാണി അഞ്ചുതെങ്ങിൽ ബ്രിട്ടീഷുകാർക്ക് ഒരുപാട് സൗജന്യങ്ങൾ അനുവദിച്ചു കൊടുത്തിരുന്നു. ഒരുപാട് സൗകര്യങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ചെയ്തു നൽകിയിരുന്നു. ഇത് നാട്ടുകാരെന്ത് ചെയ്തു? രോഷാകുലരാക്കി. രണ്ടാമത്തെ പോയിന്റ് കൃത്യമാണല്ലോ. എന്തുകൊണ്ടാണ് അഞ്ചുതെങ്ങ് കലാപം നടന്നതെന്ന് മനസ്സിലായല്ലോ. ബ്രിട്ടീഷുകാർക്ക് അഞ്ചുതെങ്ങിൽ ആറ്റിങ്ങൽ റാണി എന്ത് ചെയ്യാണ്? ഒരുപാട് സൗജന്യങ്ങൾ അനുവദിച്ചു കൊടുത്തു. ഇത് അവിടുത്തെ നാട്ടുകാരെന്ത് ചെയ്തു? വലിയ രീതിയിൽ ബ്രിട്ടീഷുകാർക്കും ആറ്റിങ്ങൽ റാണിക്കുമെതിരെ തിരിയാൻ കാരണമാക്കി. 1684 അഞ്ചുതെങ്ങിൽ വ്യവസായശാല നിർമ്മിക്കാൻ വേണ്ടി ഉമയമ്മ റാണി ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യുന്നത്? സ്ഥലം നൽകുന്നത്. ഇപ്പോൾ ഉമയമ്മ റാണി 1684 അഞ്ചുതെങ്ങിൽ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് വ്യവസായശാല നിർമ്മിക്കാൻ വേണ്ടി സ്ഥലം നൽകി. ഇപ്പം സ്ഥലം നൽകിയ വർഷം എന്നാണ്? 1684. അതിനുശേഷം എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർക്ക് നൽകുകയും ചെയ്തു. ഇപ്പോൾ കുരുമുളക് വിപണനം നടത്തുമ്പോൾ അതിന് വ്യാപാര കുത്തകാർക്ക് കൊടുത്തു? ബ്രിട്ടീഷുകാർക്ക് കൊടുത്തു. അപ്പം കർഷകർക്ക്, കുരുമുളക് കർഷകർക്കുള്ള അവകാശങ്ങളൊക്കെ ലംഘിക്കപ്പെട്ടു. ബ്രിട്ടീഷുകാർ വളരെ ചെറിയ പൈസക്കായിരുന്നു ഈ കുരുമുളകൊക്കെ എന്ത് ചെയ്തത്? കൊണ്ടിരുന്നത്. അപ്പം അവിടുത്തെ കർഷകരെ വലിയ തോതിൽ അവരുടെ സാമ്പത്തിക സ്ഥിതിയൊക്കെ സ്വാധീനിച്ചു. അവർക്ക് നഷ്ടം വരാൻ തുടങ്ങി. ബ്രിട്ടീഷുകാർ കർശനമായ നിയമങ്ങൾ നടപ്പാക്കിയതൊക്കെ
ഈ അഞ്ചുതെങ്ങ് കലാപത്തിന് ഒരു കാരണമായിരുന്നു. ഓക്കെ, അപ്പം പ്രധാനപ്പെട്ട കാരണം എന്താണ്? അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർക്ക് നൽകിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പൊടുന്നനെയുള്ള കാരണമെന്ന് എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് അഞ്ചുതെങ്ങ് കലാപം എന്ന് പറയുന്നത്. വർഷം PSC ചോദിച്ചിട്ടുണ്ട് 1697 ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ അരങ്ങേറിയ ആദ്യത്തെ കലാപം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? അഞ്ചുതെങ്ങ് കലാപമാണ്. ഓക്കെ, 1684 അഞ്ചുതെങ്ങിൽ വ്യവസായശാല നിർമ്മിക്കാൻ ബ്രിട്ടീഷുകാർക്ക് സ്ഥലം നൽകിയ രാജ്ഞി ആരായിരുന്നു? ഉമയമ്മ റാണി. ഓക്കെ, ഇനി അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പൊടുന്നനെയുള്ള പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർക്ക് നൽകിയതാണ് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അഞ്ചുതെങ്ങ് കലാപം നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചാണ്. ഓക്കെ, ആറ്റിങ്ങൽ കലാപം നടന്നിട്ടുള്ളത് 1721 PSC ചോദിച്ചിട്ടുണ്ട്. അഞ്ചുതെങ്ങ് കലാപം 1697 ആറ്റിങ്ങൽ കലാപം 1721 നടന്നിട്ടുള്ളത്. ഓക്കെ, കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഇങ്ങനെ തന്നെയാണ് ഓപ്ഷനിൽ കാണുക. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏത്? അപ്പോൾ അവിടെ അഞ്ചുതെങ്ങ് കലാപവും കാണാം, ആറ്റിങ്ങൽ കലാപവും കാണാം. അപ്പോൾ നമ്മൾ ആറ്റിങ്ങൽ കലാപത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. സംഘടിത കലാപം ചോദിച്ചു കഴിഞ്ഞാൽ അത് ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപമാണ്. കൃത്യമായി മനസ്സിലായല്ലോ. ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ കേരളത്തിലെ കലാപം ചോദിച്ചാൽ അത് അഞ്ചുതെങ്ങ് കലാപം 1697 ആദ്യത്തെ സംഘടിത കലാപം ചോദിച്ചു കഴിഞ്ഞാൽ 1721 നടന്ന ആറ്റിങ്ങൽ കലാപമാണ് എന്ന് മനസ്സിലാക്കുക. കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആദിത്യവർമ്മയാണ്. കലാപസമയത്തെ വേണാട് ഭരണാധികാരിയെ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആദിത്യവർമ്മയാണ്. ആദിത്യവർമ്മയാണ്. ഇനി കലാപം നടന്ന ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ 1721 ഏപ്രിൽ 15 കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ 1721 ഏപ്രിൽ 15 ആറ്റിങ്ങൽ കലാപം നടക്കുന്നത്. ഓക്കെ, ആറ്റിങ്ങൽ കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആരാണ്? നമുക്കറിയാം, ആദിത്യവർമ്മയാണ്. കലാപം നടന്ന എക്സാക്റ്റ് ഡേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ 15, 1721 കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ്റെ പേര് നമ്മൾ ഓർത്തിരിക്കണം, ഗിഫോർഡ്. അല്ലെ, ഗിഫോർഡാണ് കലാപത്തിൽ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഗിഫോർഡ്. 4 പോയിന്റുകൾ നമ്മളിവിടെ പഠിച്ചു. എന്തൊക്കെയാണ്? ഒന്നാമത്തെ പോയിന്റ് എന്താണ്? കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് 1721 ഏപ്രിൽ 15 നടന്ന ആറ്റിങ്ങൽ കലാപം. ഓക്കെ, ഈ സമയത്ത് വേണാട് ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആദിത്യവർമ്മയാണ്. ആദിത്യവർമ്മയാണ് വേണാട് ഭരണാധികാരി ആറ്റിങ്ങൽ കലാപം നടക്കുന്ന സമയത്ത്. ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ചോദിച്ചാൽ ഗിഫോർഡാണ്. ഗിഫോർഡ്. കൃത്യമാണല്ലോ പറഞ്ഞ കാര്യങ്ങൾ. കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡിനെയും PSC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗിഫോർഡാണ് എന്ന കാര്യം എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇനി കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി ഏതാണ്? വേണാട് പാക്ട് അല്ലെങ്കിൽ വേണാട് ഉടമ്പടി. ഇപ്പോൾ വേണാട് ഉടമ്പടി ഏത് കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ചതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 കൃത്യമാണല്ലോ പറഞ്ഞ കാര്യം. അപ്പോൾ ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ് വേണാട് ഉടമ്പടി അല്ലെങ്കിൽ വേണാട് പാക്ട്. വേണാട് ഉടമ്പടി ഒപ്പുവെച്ച വർഷം ചോദിക്കാം. ഏതാണ് വർഷം? 1723 വേണാട് ഉടമ്പടി ഒപ്പുവെച്ചത്. വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി ആരായിരുന്നു? അതായത് നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ച ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയാണ്. കൃത്യമാണല്ലോ പറഞ്ഞ കാര്യം. അപ്പോൾ മാർത്താണ്ഡവർമ്മയാണ് വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി. ഇപ്പോൾ 2 പോയിന്റ് നമ്മൾ പഠിച്ചു അല്ലേ. ഇപ്പോൾ വേണാട് ഉടമ്പടി എന്ന് പറയുന്നത് ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടിയാണ്. 1723 ഈ ഉടമ്പടി ഒപ്പുവെക്കപ്പെടുന്നത്.
അപ്പോൾ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിലാണ് മാർത്താണ്ഡവർമ്മ വേണാട്ട് ഉടമ്പടിയിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ഒപ്പുവെച്ചത് എന്ന കാര്യവും ഓർത്തിരിക്കുക. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രതിനിധീകരിച്ച് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ആരായിരുന്നു? അലക്സാണ്ടർ ഓമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രതിനിധീകരിച്ച് വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത്. അപ്പം അലക്സാണ്ടർ ഓം എന്ന പേരും എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. കൃത്യമാണല്ലോ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ആറ്റിങ്ങൽ കലാപത്തെക്കുറിച്ചും അഞ്ചുതെങ്ങ് കലാപത്തെക്കുറിച്ചും നമ്മൾ പഠിക്കേണ്ടത്. ഈ ഭാഗത്ത് ഇങ്ങനെ മാത്രമേ PSC ഇതുവരെ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർക്ക് നൽകിയത് അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പൊടുന്നനെയുള്ള കാരണമായിരുന്നു. അപ്പം ബ്രിട്ടീഷുകാരും ആറ്റിങ്ങൽ നിവാസികളും തമ്മിലാണ് അഞ്ചുതെങ്ങ് കലാപം. ആറ്റിങ്ങൽ കലാപം 1721 ആറ്റിങ്ങൽ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ച ഉടമ്പടി വേണാട് ഉടമ്പടി. വേണാട് ഉടമ്പടി ഒപ്പുവെക്കുന്നത് 1723 ആറ്റിങ്ങൽ കലാപം നടന്നത് 1721 ഏപ്രിൽ 15 ഈ കലാപത്തെ തുടർന്ന് വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്നു ഗിഫോർഡ്. കലാപ സമയത്തെ വേണാട് ഭരണാധികാരി ആദിത്യ വർമ്മയാണ്. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ ഉടമ്പടി എന്ന് പറയുന്നത്. ഓക്കെ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രതികരിച്ച് ഉടമ്പടിയിൽ വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് അലക്സാണ്ടർ ഓമും വേണാട് ഉടമ്പടിയിൽ നെയ്യാറ്റിൻകരയുടെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി ചോദിച്ചു കഴിഞ്ഞാൽ മാർത്താണ്ഡ വർമ്മയുമാണ്. കൃത്യമായി എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമ്മൾ പോകുന്നത് പഴശ്ശി വിപ്ലവങ്ങളെക്കുറിച്ചാണ്. 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി വിപ്ലവങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്, കേരളത്തിൽ നടന്നിട്ടുള്ളത്. അപ്പം 1793 മുതൽ 1805 വരെയാണ് പഴശ്ശി വിപ്ലവങ്ങൾ കേരളത്തിൽ നടന്നിട്ടുള്ളത്. അതിൽ ഒന്നാം പഴശ്ശി വിപ്ലവവും രണ്ടാം പഴശ്ശി വിപ്ലവവുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന വർഷം ചോദിച്ചിട്ടുണ്ട്. 1793 മുതൽ 1797 വരെ കാലഘട്ടത്തിലാണ് ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത്. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് എപ്പോഴാണ്? 1800 മുതൽ 1805 വരെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത്. ഓക്കെ, നമ്മളിവിടെ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്താണ്? ഒന്നാം പഴശ്ശി വിപ്ലവത്തെക്കുറിച്ചാണ്. ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു ഒന്നാം പഴശ്ശി വിപ്ലവത്തിലേക്ക് നയിക്കപ്പെട്ടത് എന്ന കാര്യം ഓർത്തിരിക്കുക. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം. ആദ്യത്തെ പോയിന്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഓക്കെ, ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളായിരുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്ന പ്രധാനപ്പെട്ട കേന്ദ്രം കണ്ണൂർ ജില്ലയിലെ പുരളിമലയിലാണ്. പുരളിമല ഏത് സംഭവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു? ഏത് സാമൂഹിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് പുരളിമല എന്ന് ചോദിച്ചാൽ ഒന്നാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രമായിരുന്നു പുരളിമല. അത് കണ്ണൂർ ജില്ലയിലാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് 1793 മുതൽ 97 വരെയാണ്. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിക്കാൻ പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്നതാരായിരുന്നു? ചിറക്കലെ രാജാവായിരുന്നു. ഒന്നാം പഴശ്ശി വിപ്ലവം അവസാനിപ്പിക്കാൻ വേണ്ടി പഴശ്ശി രാജയ്ക്കും ബ്രിട്ടീഷുകാർക്കും ഇടനിലക്കാരനായി നിന്ന വ്യക്തി ആരായിരുന്നു? ചിറക്കൽ രാജാവായിരുന്നു എന്ന പോയിന്റും ഓർത്തിരിക്കുക. ചിറക്കൽ രാജാവ്. ഓക്കെ, ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഓർത്തിരിക്കുക. ഇനി രണ്ടാം പഴശ്ശി വിപ്ലവം നേരത്തെ ഞാൻ പറഞ്ഞു 1800 മുതൽ 1805 വരെ കാലഘട്ടത്തിലാണ് രണ്ടാം പഴശ്ശി വിപ്ലവം അരങ്ങേറിയിട്ടുള്ളത്. ഓക്കെ, രണ്ടാം പഴശ്ശി വിപ്ലവം അരങ്ങേറിയിട്ടുള്ളത്. അപ്പം നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി വിപ്ലവം നടക്കുന്നത്. നാലാമത്തെ മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം നടക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം. എന്താണ് കാരണം? 1799 ശ്രീരംഗപട്ടണത്തിൻ്റെ പതനത്തെ തുടർന്നുണ്ടായ ഉടമ്പടി അനുസരിച്ച് ടിപ്പു സുൽത്താൻ ഇംഗ്ലീഷുകാർക്ക് വിട്ടുകൊടുത്ത വയനാട് അല്ലേ. അപ്പം 1799 നമ്മൾ ശ്രീരംഗപട്ടണം ഉടമ്പടി 1799 ഈ ശ്രീരംഗപട്ടണം ഉടമ്പടിയിൽ എന്ത് ചെയ്തു? ടിപ്പു സുൽത്താൻ എന്ത് ചെയ്തു?
വയനാടിനെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്തു. ഇത് പ്രകാരം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വയനാട് പിടിച്ചെടുക്കാൻ വന്ന സമയത്ത് പഴശ്ശി എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാരെ ചെറുത്തു. ഇതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് ഓർത്തിരിക്കുക. ഇപ്പോൾ 2 പോയിൻ്റാണ് നമ്മൾ ഈ ഒരു സ്ലൈഡിൽ പഠിച്ചത്. ഏതൊക്കെയാണ് ആ പോയിന്റുകൾ? 4ാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തരഫലമായിട്ടാണ് രണ്ടാമത്തെ പഴശ്ശി വിപ്ലവം നടക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 1799 ശ്രീരംഗപട്ടണത്തിൻ്റെ പതനത്തെ തുടർന്നുണ്ടായ ഉടമ്പടി അനുസരിച്ച് ടിപ്പു സുൽത്താൻ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുത്ത വയനാട് ബ്രിട്ടീഷുകാരെന്ത് ചെയ്തു? പിടിച്ചടക്കാൻ ശ്രമിച്ചു. ഇത് പഴശ്ശിയെ പ്രകോപിതനാക്കി. അങ്ങനെ പഴശ്ശി എന്ത് ചെയ്തു? ഇതിനെ ബ്രിട്ടീഷുകാരുടെ ഈ നടപടിയെ ചെറുക്കാൻ ശ്രമിച്ചു. ഇതാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായത്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നിട്ടുള്ളത് 1800 മുതൽ 1805 വരെ കാലഘട്ടത്തിലാണ്. ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ്വ സൈന്യാധിപനായിട്ട് 1800 നിയമിക്കപ്പെട്ട വ്യക്തിയാണ് ആര്? ആർത്തർ വെല്ലസ്ലി. പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ്വ സൈന്യാധിപനായിട്ട് 1800 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? ആർത്തർ വെല്ലസ്ലിയാണ്. ആർത്തർ വെല്ലസ്ലിയാണ് ബ്രിട്ടീഷ് പട്ടാളങ്ങളുടെ സർവ്വ സൈന്യാധിപനായിട്ട് ഏത് വർഷമാണ്? 1800 നിയമിക്കപ്പെടുന്നത്. രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ച വ്യക്തികളെ പഠിച്ചു വെക്കുക. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. ഓക്കെ, കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ. കൈതേരി അമ്പു നായർ. കൈതേരി അമ്പു നായർ. എടച്ചേന കുങ്കൻ. എടച്ചേന കുങ്കൻ. പുള്ളൂർ ഏമൻ നായർ. പുള്ളൂർ ഏമൻ നായർ. ഈ വ്യക്തികളൊക്കെ രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ച പ്രധാനപ്പെട്ട നേതാക്കന്മാരാണ്. PSC ഈ ഒരു മേഖലയിൽ നിന്നും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പം കൂട്ടത്തിൽ ചേരാത്ത വ്യക്തികൾ ആരൊക്കെ? രണ്ടാം പഴശ്ശി വിപ്ലവവുമായി ബന്ധപ്പെട്ട് കൂട്ടത്തിൽ ചേരാത്ത വ്യക്തി ആര് എന്നൊക്കെ PSC ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് ചോദ്യങ്ങളെ കൂടി പരിചയപ്പെടാം. നമ്മളൊന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കുറച്ച് ചോദ്യങ്ങളും ഈ ഭാഗത്ത് നിന്ന് വന്നത് എന്ത് ചെയ്യാം? പഠിച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ എന്താണ്? രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചത് ആരൊക്കെയായിരുന്നു എന്ന് ചോദിച്ചാൽ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ, പുള്ളൂർ ഏമൻ നായരൊക്കെയാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിൽ പഴശ്ശി സൈന്യത്തെ നയിച്ചത്. പഴശ്ശി രാജയെ സഹായിച്ച കുറച്യരുടെ നേതാവായിരുന്നു തലക്കൽ ചന്തു. തലക്കൽ ചന്തു. തലക്കൽ ചന്തു ആണ് പഴശ്ശി രാജയെ സഹായിച്ച കുറിച്യ വിഭാഗക്കാരുടെ നേതാവ്. ആരായിരുന്നു? തലക്കൽ ചന്തുവാണ്. ഇനി കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ നമുക്കറിയാം ആരായിരുന്നു? ഈ പ്രധാനപ്പെട്ട ഒരു നേതാവായിരുന്നു. ഇദ്ദേഹത്തെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ പിടിക്കുകയും തൂക്കിലേറ്റുകയും ചെയ്തിട്ടുണ്ട്. കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ രണ്ടാം പഴശ്ശി വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് 1801 കേട്ടോ. 1801 എന്ത് ചെയ്തു? നവംബർ മാസത്തിലാണ് കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ എന്ത് ചെയ്തത്? ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റിയത് എന്ന കാര്യവും ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. നമ്മുടെ LGSൻ്റെ ക്രാഷ് കോഴ്സുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ 999 രൂപ മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക? താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ ബന്ധപ്പെടുക. ഒരുപാട് ഫീച്ചേഴ്സ് നമ്മുടെ ഒരു LGS കോഴ്സിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും അല്ലേ? ലൈവ് ക്ലാസ് ഉണ്ടാവും എല്ലാ ദിവസവും, മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവും, റിവിഷൻ സെഷൻസ് ഉണ്ടാവും, പ്രോഗ്രസ് റിപ്പോർട്ട്, സ്റ്റഡി ടൈം ടേബിൾ, സ്പെഷ്യൽ എലിമിനേഷൻ, ടെക്നിക് പ്രാക്ടീസ്, OMR എക്സാം പ്രാക്ടീസ്, ഇതൊക്കെ ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാണ്. ഫീസ് വരുന്നത് 999 രൂപ മാത്രമാണ്. താല്പര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ട് ഈ ഒരു കോഴ്സിൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക? അഡ്മിഷൻ എടുക്കുക. ഓക്കെ, ഇനി നമുക്കറിയാം എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുത്തത് ആരുടെയൊക്കെ നേതൃത്വത്തിലായിരുന്നു? എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു തുടങ്ങിയവരാണ് പനമരം കോട്ട പിടിച്ചെടുക്കുന്നത്. ഏത് വർഷമാണ് ഇവർ പനമരം കോട്ട പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാരുടെ പക്കൽ നിന്നും? 1802 ഒക്ടോബർ മാസത്തിലാണ് കേട്ടോ. 1802 ഒക്ടോബർ മാസത്തിലാണ് എടച്ചേന കുങ്കനും തലക്കൽ ചന്തുവും ചേർന്ന് പനമരം കോട്ട പിടിച്ചെടുക്കുന്നത്. കൃത്യമാണല്ലോ പറഞ്ഞ കാര്യം. ഓക്കെ,
അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ടൈമാണ് കോൽക്കാർ. കോൽക്കാർ എന്ന് പറഞ്ഞാൽ ആരാണ്? പഴശ്ശിരാജയെ പിടികൂടാൻ വേണ്ടി ആർത്തർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സഖ്യമാണ് കോൽക്കാർ എന്ന് അറിയപ്പെടുന്നത്. കോൽക്കാർ എന്ന് പറഞ്ഞാൽ പഴശ്ശിരാജയെ, പൈച്ചിരാജ എന്നൊക്കെ നമ്മൾ പറയും, പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി എന്ന് പറഞ്ഞ ബ്രിട്ടീഷ് സൈന്യത്തിൻ്റെ സർവ്വ സൈന്യാധിപൻ 1800 അദ്ദേഹം നിയമിക്കപ്പെടുന്നത്. അപ്പം പഴശ്ശിരാജയെ പിടികൂടാൻ വേണ്ടി ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സഖ്യമാണ് കോൽക്കാർ എന്നറിയപ്പെടുന്നത്. കോൽക്കാർ എന്ന് അറിയപ്പെടുന്നത്. പഴശ്ശിരാജ വെടിയേറ്റ് മരിക്കുന്നത് എന്നാണ്? 1805 നവംബർ 30 പഴശ്ശിരാജ വെടിയേറ്റ് മരിക്കുന്നത് 1805 നവംബർ 30 പഴശ്ശിരാജ എന്ത് ചെയ്തു? വെടിയേറ്റ് മരിച്ചു. അദ്ദേഹം മരിക്കുന്ന സ്ഥലം മാവിലൻ തോടാണ്. മാവിലൻ തോട് എവിടെയാണത്? വയനാട് ജില്ലയിലെ മാനന്തവാടിയിലാണ് മാവിലന്തോട് പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, മാവിലന്തോടിൽ വെച്ച് പഴശ്ശിരാജ ബ്രിട്ടീഷുകാരുടെ അടുത്ത് നിന്നും വെടിയേറ്റ് മരിക്കുകയാണ് ഉണ്ടായത്. കൃത്യമായി ഡേറ്റ് ചോദിച്ചാൽ പഴശ്ശിരാജ വെടിയേറ്റ് മരിച്ചത് 1805 നവംബർ 30 എന്ന കാര്യവും ഓർത്തിരിക്കുക. ഓക്കെ, പഴശ്ശിരാജയെ കേരള സിംഹമെന്ന് വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? സർദാർ KM പണിക്കരാണ്. സർദാർ KM പണിക്കരാണ് പഴശ്ശിരാജയെ കേരള സിംഹമെന്ന് വിശേഷിപ്പിച്ചത്. കൃത്യമാണല്ലോ പറഞ്ഞ കാര്യം. പഴശ്ശിരാജയെ കേരള സിംഹമെന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. ഇനി തലക്കൽ ചന്തു സ്മാരകം ലൊക്കേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരത്താണ്. പനമരം എവിടെയാണ്? വയനാട് ജില്ലയിലെ പനമരത്താണ് തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇനി കേരള സിംഹം എന്ന പുസ്തകം എഴുതിയതാരാണ്? സർദാർ KM പണിക്കരാണ്. അദ്ദേഹത്തെ നമ്മൾ പഠിച്ചു. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച വ്യക്തിയും സർദാർ KM പണിക്കരാണ്. അദ്ദേഹത്തിൻ്റെ കേരള സിംഹം എന്ന പുസ്തകവും നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം പഠിച്ചു കഴിഞ്ഞു. ഇനി പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം എഴുതിയതാരാണെന്ന് ചോദിച്ചാൽ KKN കുറുപ്പാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം എഴുതിയ വ്യക്തി ആരാണ്? KKN കുറുപ്പാണ് പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം എഴുതിയിട്ടുള്ളത്. ഓക്കെ, പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പേരിൽ പുസ്തകം എഴുതിയതാരാണ്? മുണ്ടക്കയം ഗോപിയാണ്. ഇതൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ്, PYQ ചോദ്യങ്ങളാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം മുണ്ടക്കയം ഗോപി, പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം KKN കുറുപ്പ് എന്നിവരാണ് എഴുതിയിട്ടുള്ളത് എന്ന കാര്യവും ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു സ്ലൈഡിൽ നമ്മൾ എന്തൊക്കെ പോയിന്റാണ് പഠിച്ചത്? പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കർ. തലക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം. കേരള സിംഹം എന്ന പുസ്തകം സർദാർ KM പണിക്കരുടേതാ തന്നെയാണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം KKN കുറുപ്പിൻ്റെതാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ പുസ്തകം ആരുടേതാണ്? മുണ്ടക്കയം ഗോപിയുടേതാണ്. ഇനി നമുക്കറിയേണ്ട മറ്റു പ്രധാനപ്പെട്ട വസ്തുതകൾ. പഴശ്ശി സ്മാരകം എവിടെയാണ്? മാനന്തവാടിയിലാണ്. മാറിപ്പോകരുത്, പഴശ്ശിയുടെ സ്മാരകം മാനന്തവാടിയിലാണ്. പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലെ ഈസ്റ്റ് ഹില്ലാണ് കേട്ടോ. വെസ്റ്റ് ഹില്ലിൻ്റെ അടുത്തുള്ള ഈസ്റ്റ് ഹില്ലിലാണ് പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഇനി പഴശ്ശി ഡാം ആണെങ്കിലോ വളപട്ടണം പുഴ, കണ്ണൂർ ജില്ലയിലെ വളപട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത്. പഴശ്ശി ഗുഹയാണെങ്കിലോ മലപ്പുറം ജില്ലയിലാണ് പഴശ്ശി ഗുഹയുള്ളത്. പഴശ്ശി കോളേജ് 2 സ്ഥലങ്ങളിലുണ്ട്, പുൽപ്പള്ളിയും കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂറും. പുൽപ്പള്ളി എവിടെയാണ്? വയനാട് ജില്ലയിലും, മട്ടന്നൂർ കണ്ണൂർ ജില്ലയിലുമാണ്. അപ്പോൾ പഴശ്ശി കോളേജ് പുൽപ്പള്ളിയിലും മട്ടന്നൂരിലും കാണാം. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തേതും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലെ അഞ്ചരക്കണ്ടിയിലാണ്. പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും ഏറ്റവും വലുതുമായ കറുവത്തോട്ടം എവിടെയാണ്? അഞ്ചരക്കണ്ടി, കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ പഠിച്ചു? പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി, പഴശ്ശി മ്യൂസിയം ഈസ്റ്റ് ഹില്ല്, പഴശ്ശി ഡാം വളപട്ടണം പുഴ, പഴശ്ശി ഗുഹ മലപ്പുറം,
പഴശ്ശി കോളേജ് പുൽപ്പള്ളിയിലും മട്ടന്നൂരിലുമുണ്ട്. ഇനി അഞ്ചരക്കണ്ടിയുടെ പ്രത്യേകത എന്താണ്? പഴശ്ശി കലാപത്തിൽ തകർക്കപ്പെട്ട ഏഷ്യയിലെ തന്നെ ആദ്യത്തെയും അതേപോലെ ഏറ്റവും വലുതുമായ കറുവത്തോട്ടമാണ് അഞ്ചരക്കണ്ടിയിലുള്ളത്. ഇനി പഴശ്ശി രാജയുടെ വീരകൃത്യത്തെ പ്രകീർത്തിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം സിനിമയാക്കി അവതരിപ്പിച്ചിട്ടുണ്ട്. ആ സിനിമയുടെ പേരാണ് കേരളവർമ്മ പഴശ്ശിരാജ, അല്ലേ? മലയാളം സിനിമയാണ്. 2009 ഈ ഒരു സിനിമ എന്ത് ചെയ്തിട്ടുള്ളത്? പ്രദർശനം നടത്തിയിട്ടുള്ളത്, അല്ലെ? 2009 പുറത്തിറങ്ങിയ കേരളവർമ്മ പഴശ്ശിരാജ പഴശ്ശിയുടെ ജീവിതത്തെ ആസ്പദമാക്കി ഹരിഹരൻ സംവിധാനം ചെയ്ത സിനിമയാണ്. ഇതിന് തിരക്കഥ എഴുതിയ വ്യക്തി ആരാണ്? ചോദിച്ച ചോദ്യമാണ്. MT വാസുദേവൻ നായരാണ് കേരളവർമ്മ പഴശ്ശിരാജയുടെ തിരക്കഥ തയ്യാറാക്കിയത്, അല്ലെങ്കിൽ സ്ക്രീൻ പ്ലേ തയ്യാറാക്കിയത്. ഈ സിനിമക്ക് സംഗീതം നൽകിയത് ആരാണ്? ഇളയരാജയാണ്. കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് സംഗീതം നൽകിയിട്ടുള്ളത്. പഴശ്ശിരാജയായിട്ട് അഭിനയിച്ചത് മമ്മൂട്ടിയാണ്. ഇടച്ചേന കുങ്കനായിട്ട് ശരത് കുമാർ വേഷമിട്ടു. ഇടച്ചേര കുങ്കനായിട്ട് വേഷമിട്ട വ്യക്തി ആരാണ്? ശരത് കുമാറാണ്. അതേപോലെ തന്നെ തലക്കൽ ചന്തുവായിട്ട് വേഷമിട്ടത് ആരാണ്? മനോജ് K ജയനാണ് കേട്ടോ. തലക്കൽ ചന്തുവായിട്ട് വേഷമിട്ട വ്യക്തി ആരാണ്? മനോജ് K ജയനാണ്. അതേപോലെ വീരവർമ്മയായിട്ട് വേഷമിട്ടത് ആരാണ്? തിലകനാണ് വീരവർമ്മയായിട്ട് വേഷമിട്ടുള്ളത്. ഇനി കൈതേരി അമ്പുമായിട്ട് ആരാണ്? സുരേഷ് കൃഷ്ണയാണ് വേഷമിട്ടത്. അപ്പം നമ്മുടെ കേരളവർമ്മ പഴശ്ശിരാജ എന്ന് പറയുന്നത് പഴശ്ശിരാജയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതം സിനിമയാക്കിയതാണ്. ആ സിനിമ സംവിധാനം നടത്തിയത് ആരാണ്? ഹരിഹരനാണ്. തിരക്കഥ തയ്യാറാക്കിയത് MT വാസുദേവൻ നായരും സംഗീതം ഇളയരാജയുമാണ്. പഴശ്ശിരാജയായിട്ട് ഈ സിനിമയിൽ വേഷമിട്ടത് മമ്മൂട്ടിയാണ്. ഇടച്ചേന കുങ്കനായിട്ട് വേഷമിട്ടത് ശരത് കുമാറും തലക്കൽ ചന്തുവായിട്ട് മനോജ് K ജയനും വീരവർമ്മയായിട്ട് തിലകനും കൈതേരി അമ്പുമായിട്ട് സുരേഷ് കൃഷ്ണയുമാണ് വേഷമിട്ടിട്ടുള്ളത്. കൃത്യമാണല്ലോ പറഞ്ഞ കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത പ്രസ്ഥാനങ്ങളെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും ചർച്ച ചെയ്യാം. അപ്പം നമ്മൾ ഈ ഒരു സീരീസിൽ എല്ലാ കാര്യങ്ങളും കേരളത്തിലെ ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് മറ്റു കലാപങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും ഒട്ടും കുറവില്ലാത്ത രീതിയിൽ PSC ചോദിച്ച ചോദ്യങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അവതരിപ്പിക്കുന്നതാണ് നിങ്ങൾക്ക് മുന്നിൽ. അപ്പം AZBയുടെ LGS ക്രാഷ് കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക? താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് എന്ത് ചെയ്യുക? ഉറപ്പ് വരുത്തുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിച്ചത്? ആദ്യം നമ്മൾ പഠിച്ചത് അഞ്ചുതെങ്ങ് കലാപത്തിൽ നിന്നാണ് തുടങ്ങിയത്, അല്ലേ? അഞ്ചുതെങ്ങ് കലാപം 1697 അഞ്ചുതെങ്ങ് കലാപം നടക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്താണ് പഠിച്ചത്? അതിൻ്റെ അഞ്ചുതെങ്ങ് കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്തായിരുന്നു? കുരുമുളകിൻ്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർക്ക് നൽകിയതാണ് കാരണം. ആറ്റിങ്ങൽ നിവാസികളും ബ്രിട്ടീഷുകാരുമായി തമ്മിൽ നടന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ആദ്യത്തെ ബ്രിട്ടീഷുകാർക്കെതിരെ നടക്കുന്ന കലാപമാണ് അഞ്ചുതെങ്ങ് കലാപം. ആദ്യത്തെ സംഘടിത കലാപമാണെങ്കിൽ 1721 ആറ്റിങ്ങൽ കലാപമാണ്. കലാപം നടന്നത് 1721 ഏപ്രിൽ 15 കലാപത്തിൽ വധിക്കപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ ഗിഫോർഡാണ്. ഈ കലാപത്തെ തുടർന്ന് ഒപ്പുവെച്ചത് വേണാട് ഉടമ്പടിയാണ്. നെയ്യാറ്റിൻകരയിലെ രാജകുമാരൻ എന്ന പേരിൽ ഒപ്പുവെച്ച ഭരണാധികാരി മാർത്താണ്ഡവർമ്മയാണ്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രതിനിധീകരിച്ച് അലക്സാണ്ടർ ഓമും വേണാട് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു. ഒന്നാം പഴശ്ശി വിപ്ലവം 1793 മുതൽ 97 വരെയാണ്. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഒന്നാം പഴശ്ശി വിപ്ലവത്തിന് കാരണമായത്. പ്രധാനപ്പെട്ട കേന്ദ്രം പുരളിമല കണ്ണൂരാണ്. ഇടനിലക്കാരനായിട്ട് ഈ ഒരു വിപ്ലവം അവസാനിപ്പിക്കാൻ ഇടനിലക്കാരനായി നിന്നത് ചിറക്കൽ രാജാവായിരുന്നു. രണ്ടാം പഴശ്ശി വിപ്ലവം 1800 മുതൽ 1805 വരെയാണ്. അപ്പം ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? വയനാട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചതാണ് ഈ രണ്ടാം പഴശ്ശി വിപ്ലവത്തിന് പ്രധാനപ്പെട്ട കാരണം. അപ്പം ബ്രിട്ടീഷ് സൈന്യാധിപനായിട്ട് ആർതർ വെല്ലസ്ലി ചുമതലയേറ്റു. രണ്ടാം പഴശ്ശി വിപ്ലവത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെയായിരുന്നു പഴശ്ശി സൈന്യത്തെ നയിച്ചതിൽ? കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ, കൈതേരി അമ്പു നായർ, എടച്ചേന കുങ്കൻ, പുള്ളൂർ ഏമൻ നായർ. ഓക്കെ, അപ്പം ഇതിൽ കണ്ണവത്ത് ശങ്കരൻ നമ്പ്യാർ തൂക്കിലേറ്റപ്പെടുന്നത് 1801 നവംബറിലാണ്. പഴശ്ശിരാജയെ സഹായിച്ച കുറിച്യ നേതാവ് തലക്കൽ ചന്തുവാണ്. എടച്ചേന കുങ്കൻ, തലക്കൽ ചന്തു എന്നിവർ ചേർന്ന് പനമനം കോട്ട 1802 ഒക്ടോബറിൽ പിടിച്ചെടുത്തു. കോൽക്കാർ എന്ന് പറഞ്ഞാൽ പഴശ്ശിരാജയെ പിടികൂടാൻ ആർതർ വെല്ലസ്ലി രൂപീകരിച്ച സൈനിക സഖ്യമാണ്. പഴശ്ശിരാജ വെടിയേറ്റ് മരിക്കുന്നത് മാവിലന്തോട് മാനന്തവാടിയിൽ വെച്ചിട്ടാണ്. 1805 നവംബർ 30 അദ്ദേഹം വെടിയേറ്റ് മരിക്കുന്നത്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ചത് സർദാർ KM പണിക്കരാണ്. കേരള സിംഹം എന്ന പുസ്തകവും സർദാർ KM പണിക്കരുടേതാണ്.
തലക്കൽ ചന്തു സ്മാരകം പനമരത്താണ്. പഴശ്ശി സമരങ്ങൾ എന്ന പുസ്തകം KKN കുറുപ്പിൻ്റെതാണ്. പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ എന്ന പുസ്തകം ഉണ്ണക്കയം ഗോപിയുടേതാണ്. പഴശ്ശി സ്മാരകം ചോദിച്ചാൽ മാനന്തവാടി, മ്യൂസിയം ചോദിച്ചാൽ ഈസ്റ്റ് ഹില്ല്, പഴശ്ശി ഡാം ചോദിച്ചു കഴിഞ്ഞാൽ വളപട്ടണം പുഴ, ഗുഹ ചോദിച്ചു കഴിഞ്ഞാൽ മലപ്പുറമാണ്. പഴശ്ശി കോളേജ് പുൽപ്പള്ളിയിലും മട്ടന്നൂരിലുമുണ്ട്. അഞ്ചരക്കണ്ടി എന്ന് പറഞ്ഞാൽ പഴശ്ശി കലാപ സമയത്ത് തകർക്കപ്പെട്ട ഏഷ്യയിലെ ആദ്യത്തെ അതേപോലെ ഏറ്റവും വലുതുമായ കറുവത്തോട്ടമാണ് അഞ്ചരക്കണ്ടിയിലുള്ളത്. ഓക്കെ, കേരളവർമ്മ പഴശ്ശിരാജയെ ആസ്പദമാക്കി അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ആസ്പദമാക്കി ഇറക്കിയ സിനിമയാണ് കേരളവർമ്മ പഴശ്ശിരാജ. ഇത് പ്രദർശനം ആരംഭിച്ചത് 2009 സംവിധാനം ചെയ്ത ഹരിഹരനും തിരക്കഥ തയ്യാറാക്കിയത് MTയും സംഗീതം നൽകിയതാരാണ് ഇളയരാജയുമാണ്. ഇതിൽ പഴശ്ശിരാജയായിട്ട് വേഷമിട്ടത് മമ്മൂട്ടിയാണ്. ഇടച്ചെന്ന കുങ്കനായിട്ട് ശരത് കുമാറും, തലക്കൽ ചന്തുവായി മനോജ് K ജയനും, വീരവർമ്മയായിട്ട് തിലകനും, കൈതേര് അമ്പുവായിട്ട് സുരേഷ് കൃഷ്ണയും എന്ത് ചെയ്തിട്ടുണ്ട്, വേഷമിട്ടിട്ടുണ്ട് എന്ന കാര്യവും ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിൻ്റെ തുടർച്ചയായിട്ട് വീണ്ടും കാണാം. താങ്ക്